വിദ്യാഭാരതിയോട് നന്ദനയുടെ പേര് പറഞ്ഞ് കയർത്ത് സംസാരിക്കുന്ന പ്രതാപവർമ്മ. ഫോൺ എടുക്കുന്ന നന്ദന സേതുലക്ഷ്മി മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിയുന്നു. പ്രതാപവർമ്മ TV ന്യൂസിലൂടെ സേതുലക്ഷ്മിയുടെ മരണവാർത്ത അറിയുന്നു. സേതുവിന്റെ മരണത്തിൽ ഹൃദയം തകർന്ന് കോവിലകത്തുള്ളവർ. വിദ്യാഭാരതി കോവിലകത്തെത്തുന്നു. ഇനി തുടർന്ന് കാണുക. അമ്മേ, അമ്മേ, കരഞ്ഞു തളർന്ന് ഒറ്റക്കിടപ്പ വിദ്യയെടുത്തി. അമ്മേ, അമ്മേ, വിദ്യയെടുത്തി വന്നു. മോളെ വിദ്യ, എന്റെ കുഞ്ഞു പോയി. എന്തോ ആപത്ത് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിപ്പോയതാ. എന്നിട്ടിപ്പോ യാത്ര കഴിഞ്ഞ് വന്നിട്ട് 10 ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കാന്ന് നാക്ക് തന്നതാ കുഞ്ഞമ്മ. എല്ലാവരെയും വിട്ടിട്ട് പോയല്ലോ എന്റെ മോള്. എന്റെ മോക്കിനി ആരാ ഉള്ളത് വിദ്യ? കുഞ്ഞമ്മയല്ലായിരുന്നു ഇവൾക്ക്, അമ്മയായിരുന്നു. അമ്പലത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്താമെന്ന് നേർന്നതാ ഞാൻ. ഇനി എന്തിനാ എന്റെ ഈശ്വര കൈവിട്ട് കളഞ്ഞല്ലോ നീ. പ്ലീസ് എല്ലാവരും ശാന്തരാകണേ. ഒന്ന് മാറി, ഒന്ന് മാറി. ഈ ബോഡി ഒന്ന് പുറത്തോട്ട് ഒന്ന് മാറിക്കണം എല്ലാവരും പ്ലീസ്. തള്ളല്ലേ 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 പ്ലീസ്. സൂക്ഷിച്ച് സൂക്ഷിച്ച് പതുക്കെ പതുക്കെ.
സേതുലക്ഷ്മിയുടെ മൃതദേഹം അവരുടെ തറവാടായ ഉദയന്നൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ടൗൺ ഹാളിലും പാർട്ടി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോൾ ഇത് വീട്ടുമുറ്റത്തും. അന്തരിച്ച യുവനേതാവിന് ആദരാഞ്ജലി അർപ്പിക്കാനായി സംസ്ഥാന യുവജനക്ഷേമ മന്ത്രി ശ്രീ ജയപ്രകാശ് കോയിക്കൽ ഇപ്പോൾ ഉദയന്നൂർ എത്തിയിട്ടുണ്ട്. സാർ, സേതു മേഡത്തിന്റെ സഹോദരി ഭർത്താവാ. നമസ്കാരം സാർ. വന്നാട്ടെ. അങ്ങോട്ടിരിക്കാം സാർ. വേണ്ട, അത് സാറില്ല. ഇടയ്ക്ക് ഞാനങ്ങ് പോവും. ഞാനിവിടുത്തെ മൂത്ത സണ്ണിലോയാണ്. പ്രതാപവർമ്മ. സേതുലക്ഷ്മിക്ക് ഒരു സഹോദരൻ കൂടിയില്ലേ? ഉണ്ട്. ആള് പക്ഷെ ഇപ്പൊ സ്ഥലത്തില്ല. സ്വിറ്റ്സർലൻഡിലാ ഒരു ബിസിനസ് ടൂർ. അദ്ദേഹം വന്നിട്ട് ഇനി ബാക്കി ചടങ്ങുകളൊക്കെ ഉള്ളോ? അല്ല സാർ, രഘുനാഥൻ എത്തിച്ചേരാൻ പറ്റില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ശവദാഹം നടത്തുക. കാത്തുവെക്കാൻ പറ്റിയ പരുവത്തിലല്ലോ സാർ ബോഡി. ശരി, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി സാർ. പ്രിയ നേതാവിന് അന്ത്യോപചാരം അർപ്പിക്കാനായി സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവരാണ് കോവിലകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജയപ്രകാശ് കോയിക്കൽ ഇപ്പോൾ സേതുലക്ഷ്മിയെ അനുസ്മരിക്കുന്നു. ആദർശശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ മുഖം അതായിരുന്നു സേതുലക്ഷ്മി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാട് തീർച്ചയായും ഒരു തീരാ നഷ്ടം തന്നെയാണ്. കുടുംബാംഗങ്ങളുടെയും അനുയായികളുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. വിദ്യയെടുത്തി അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയെന്ന് വിളിക്കൂ. അമ്മേ, അമ്മേ, മുത്തശ്ശി, അമ്മേ, എനിക്ക് മുത്തശ്ശി സേതുവിനെ കൊണ്ടുവന്നമ്മേ, എഴുന്നേക്ക്. മുത്തശ്ശി എഴുന്നേക്ക്. സേതുവിനെ കാണണ്ടേ അമ്മേ? വാ വാ. വേണ്ട, എനിക്ക് എന്റെ കുഞ്ഞിനെ ജീവനില്ലാതെ കാണണ്ട. വേണ്ട വിദ്യ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണ്ട. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണ്ട, ജീവനില്ലാതെ എനിക്ക് കാണണ്ട. എനിക്ക് മുത്തശ്ശി മുത്തശ്ശി എഴുന്നേക്ക്. മുത്തശ്ശി എഴുന്നേക്കമ്മേ. മുത്തശ്ശി എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട.
എന്റെ മോളെ സേതു, എന്റെ മോളെ സേതു, അയ്യോ എന്റെ പൊന്നു മോളെ സേതു, എന്റെ മോളെ 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 സേതു, എന്റെ മോളെ സേതു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? അതാ നല്ലത്. എന്താ ശരീരം ആകെ തണുത്തിരിക്കുക. എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം. ഈ സമയത്ത് ഇത്രയും പെട്ടെന്ന് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയേ പറ്റൂ. ഒന്ന് പിടിക്ക്. സൂക്ഷിച്ച്. പതുക്കെ 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 കുറുക്കെ. സൂക്ഷിച്ച് പിടിക്കണേ. അമ്മേ 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 അമ്മേ, ആശുപത്രിക്ക് പോവല്ലേ? പിന്നെ ഇങ്ങനെ വിളിച്ചിട്ടെന്താ? ആദിത്യ, നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടാവണം. ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത് നീയാ, മകന്റെ സ്ഥാനത്ത് നിന്ന്. സൂക്ഷിച്ചിറക്കണേ, അവിടെ പിടിക്കുക. പതുക്കെ പതുക്കെ. കണ്ണു തുറന്നില്ലല്ലോ പ്രതാപേട്ട. അതിനല്ലേ നമ്മൾ ആശുപത്രി കൊണ്ടുവന്നത്. കുഴപ്പമൊന്നുമില്ല വിദ്യ. BP കയറിയതാ, ശകലം കഴിയുമ്പോ അത് മാറിക്കൊള്ളും. ഡോക്ടർ വിളിക്കുന്നു. എന്തു പറ്റിയത്? അതെ, പുള്ളിക്കാരുടെ മോള് ആക്സിഡന്റിൽ മരിച്ചു ഡോക്ടർ. ബോഡി കണ്ടപ്പോ തലയേറ്റി വീണതാ. സംഭവം സീരിയസാ. ICUലേക്ക് മാറ്റണം.
ICUയിലെ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. വാ വിദ്യ. വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കിയോ പ്രതാപേട്ട? അവിടുത്തെ കാര്യങ്ങളൊക്കെ മുറക്കി നടക്കും. നോക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. ഇവിടത്തെ പൊല്ലാപ്പ എന്തായി തീരുമെന്ന് ആ ടെൻഷൻ. നോക്കണ്ട, ഞാനേ പറഞ്ഞേ ഉള്ളൂ. ഡോക്ടറെ, ഇപ്പൊ കൊണ്ടുവന്ന പേഷ്യന്റിന്റെ കൂടെ വന്നവരാണോ നിങ്ങൾ? അതെ മകളാണോ? അതെ, അതെന്റെ ഹസ്ബൻഡാ. ഇത് വെറുമൊരു ബോധക്കേടല്ല, ഇറ്റ്സ് എ സ്ട്രോക്ക്. മറച്ചു വെച്ചിട്ടും കാര്യമില്ലല്ലോ. കുറച്ചു കഴിഞ്ഞാലും നിങ്ങളെ അറിയിക്കണ്ടേ? ശരീരം തളർന്നു പോയിരിക്കുകയാണ്. പൾസ് വളരെ വീക്കാണ്. ഹാർട്ട് ബീറ്റ് പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കൊണ്ടും കണ്ടീഷൻ വളരെ മോശമാണ്. പ്രതാപേട്ട, വിദ്യ ഒന്ന് സമാധാനിക്കും. ഡോക്ടറൊപ്പല്ലേ? പിന്നെ പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്ക് അമ്മയൊന്ന് കാണണം ഡോക്ടർ. സോറി, ഇപ്പൊ ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിയട്ടെ. പേഷ്യന്റ് ഇപ്പോൾ പൂർണ്ണമായും ഞങ്ങളുടെ ഒബ്സർവേഷനിലാണ്. പ്രതാപേട്ട, ഡോക്ടർ പറയുന്നതൊന്ന് അനുസരിക്ക് വിദ്യേ. നീ കുറച്ചു നേരത്തേക്ക് ഇവിടെ നിന്നിരുന്നേ. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഒരു ഡീറ്റെയിൽ ടെസ്റ്റ് കൂടി ഉണ്ട്. എന്തെങ്കിലും പോസിറ്റീവ് സിംറ്റം ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. പ്രതാപേട്ട, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും. ഒന്നുമില്ല മോളെ. നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ? ജ്യൂസോ മറ്റോ? ഒന്നും വേണ്ട, അമ്മയൊന്ന് കണ്ടാ മതി എനിക്ക്. ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ? എന്താ നീ കുട്ടികളെ പോലെ ചാടി പിടിക്കണത്? ഞാനില്ലേ ഇവിടെ, നിന്റെ പ്രതാപേട്ടൻ. ഫോൺ വന്നു. ഞാനേ ഇപ്പൊ വരാട്ടോ. ഞാനാ ആശുപത്രിന്നാ. കോലോത്തെന്തായി? എല്ലാം കഴിഞ്ഞോ? ഇവിടെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. കൊണ്ടുവന്ന ഉടനെ തന്നെ ഡോക്ടർ നോക്കി. വിശദമായ പല പരിശോധനകളും മുറക്കി നടക്കണുണ്ട്. പക്ഷെ ഒരു കാര്യം കൺഫേം ആണ്, സംഗതിയെ സ്ട്രോക്കാണ്. അതേന്നെ, സ്ട്രോക്കാ. പൂർണ്ണമായി തളർന്നോ അതോ ഭാഗികമായി തളർന്നോ എന്ന് ഡോക്ടർ പറഞ്ഞില്ല. ഛേ, അതേന്നെ, ആകെ പുലിവാല പറഞ്ഞതാ. ഇവിടെയുണ്ട്, ICUന്റെ മുന്നിൽ തന്നെ ഇരിക്കണത്. പിന്നെ വിദ്യ ഒരു മോളെ, ഞങ്ങൾ ഇറങ്ങാം. ഭാസ്കരേട്ടാ, ജഗന്നാഥ് സാർ എവിടെയുണ്ട്? ഇവിടെ എവിടെയോ ഉണ്ട്. ഞങ്ങൾ പോയെന്ന് പറഞ്ഞേര്. സഞ്ജയനെ എന്താണെന്ന് തീരുമാനിച്ചോ? ഇല്ല, എല്ലാവർക്കും കാർഡ് അയക്കുന്നുണ്ട്.
ശരി വരട്ടെ. ഭാസ്കരേട്ടാ, വലിയേട്ടൻ എന്തേ ഭാസ്കരേട്ടാ? അകത്ത് എവിടെയോ ഉണ്ട്. ആശുപത്രിയിൽ നിന്ന് പ്രതാപേട്ടൻ വിളിച്ചിരുന്നു. അമ്മയ്ക്കെന്തോ സീരിയസ് ആണ്. എങ്കിൽ വാ, നമുക്ക് നോക്കാം. ശരി ശരി, മനസ്സിലായി. ആ ശരി, ഓക്കെ. ജഗന്നാഥേട്ടാ, അമ്മയ്ക്ക് പ്രതാപനെ വിളിച്ചത്. അമ്മ ഐസിയുയിലാ. അപ്പൊ ഇതുവരെ ബോധം തെളിഞ്ഞില്ലേ? എന്താ വലിയേട്ടാ? അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിരിക്കുക. ശരീരം തളർന്നുപോയി. ഈശ്വരാ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഞാനും വരാം, ഒരു 5 മിനിറ്റ്. ആ. നന്ദനെ, അറിഞ്ഞോ, അമ്മയ്ക്ക് കൂടുതലാ. സ്ട്രോക്ക് വന്നിട്ട് ശരീരം തളർന്നു പോയിന്ന് അറിഞ്ഞത്. അയ്യോ, എല്ലാരും ആശുപത്രിയിലേക്ക് പോവാൻ തുടങ്ങുക. അവിടെ ചെല്ലുമ്പോ അറിയാം എന്തൊക്കെയാന്ന്. മോള് പെട്ടെന്ന് റെഡിയാവ്.